നവീൻ ബാബുവിൻ്റെ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സമർപ്പിച്ച ഹർജി ഇപ്പോൾ നടപടിയായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ CPMന് വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആരാണ് ഉത്തരവാദി? ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പക്ഷേ എന്താണ് ഇനി ഈ കാര്യത്തിൽ സംഭവിക്കുക? ആ കേസ് നമ്മൾ മനസാക്ഷിയുള്ള മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു അന്വേഷണ ഫലം ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ്. എനിക്ക് മാത്രമല്ല, മലയാളികൾക്കാകെ ആ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ട്. കാരണം നവീൻ ബാബുവിൻ്റെ മരണം നടന്ന ഉടനെ നടന്ന കുറേ നീക്കങ്ങൾ, തിരക്കിട്ട് നടന്ന ചില നീക്കങ്ങൾ, ഒരു മരണം കൊലപാതകമായിരുന്നു എന്ന് ന്യായമായും സംശയിക്കാവുന്ന നീക്കങ്ങൾ, തെളിവ് നശിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ, അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ പിടികൂടപ്പെടേണ്ട ഈസിയായിട്ട് പിടിക്കാവുന്ന സാക്ഷികളെ കിട്ടാതിരിക്കുക, തൊണ്ടി മുതൽ കൃത്യമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള തൊണ്ടി മുതൽ കിട്ടാതിരിക്കുക. ദിവ്യ ഒളിവിലായിരുന്നു. ദിവ്യ എന്ന് PP ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിവിൽ നടക്കുക. അതേപോലെ തന്നെ തിരക്കിട്ട് ഒരുപക്ഷെ ഒരു കാലത്തും ഇപ്പോൾ കണ്ണൂരിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പേ CPMൻ്റെ നേതാക്കന്മാർ പത്തനംതിട്ടയിലേക്ക് പായുന്നു. എന്നിട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, മഞ്ജുഷയെ ചേർത്ത് പിടിക്കുന്നു, ഞാരില്ലെങ്കിലും ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പാർട്ടി ഞങ്ങളോടൊപ്പമാണ്, ഭരണകൂടം ഞങ്ങളോടൊപ്പമാണ് എന്ന വ്യാജമായൊരു തോന്നലുണ്ടാക്കിയതിൻ്റെ ഫലം കൂടിയാണ്, ഒരുപക്ഷെ അന്ന് ഈ കുടുംബം വഴങ്ങിക്കൊടുത്തതിൻ്റെ ഫലം കൂടിയാണ് ഈ കേസിൽ സംഭവിച്ച ദുരന്തം. വൈകിയാണെങ്കിലും മഞ്ജുഷ എന്ന ഭാര്യ ഒപ്പം അവരുടെ ബന്ധുക്കളും ഈ കേസ് ധാർമ്മികമായി അപ്പുറത്ത് നിൽക്കുന്നത് കുറ്റവാളികൾ ആരൊക്കെയാണ് എന്നും അവരുടെ ശക്തി എത്രയാണെന്നും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പോരാട്ടം എന്തായാലും വൈകിയാണെങ്കിലും ആശാവഹമാണ്. എന്നിട്ട് അത് വിജയിക്കട്ടെ വിജയിക്കാതിരിക്കട്ടെ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ PP ദിവ്യയുടെ ചില നിലപാടുകളുണ്ട്, അത് ഇപ്പോഴും സംശയം ഉണർത്തുന്നതന്നെ. കാരണം PP ദിവ്യ ആദ്യം പറഞ്ഞത് ഈ യാത്രയപ്പ് ചടങ്ങിൽ ഞാൻ അറിയാതെ അല്ലെങ്കിൽ യാദൃച്ഛ്യമായി ഇതുവഴി പോയപ്പോൾ വന്നു കയറി, കളക്ടറും അത് ശരിവെക്കുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ അങ്ങനെയല്ല, കളക്ടറുടെ ഫോണിൽ നിന്ന് കോൾ പോയിട്ടുണ്ട്, തിരിച്ചും വിളിച്ചിട്ടുണ്ട്, അങ്ങനെ കളക്ടർ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നു. അങ്ങനെയല്ല, ഇവർ യാദൃച്ഛ്യമായിട്ട് വന്നാൽ എന്തായാലും കളക്ടർ വിളിച്ചിട്ട് പോയാൽ എന്താണെന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാൻ പിന്നീട് കുറച്ച് CPM നേതാക്കൾ വരുന്നു. മൊത്തത്തിൽ PP ദിവ്യയ്ക്ക് ചില വ്യക്തമായ അജണ്ടകളുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു വാചകമാണ് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചത്. കാരണം എന്ന് പറയാൻ, ഇവിടെ കാണിച്ചതുപോലെയുള്ള പ്രവൃത്തികൾ ഇനി മാറിപ്പോകുന്ന സ്ഥലത്ത് കാണിക്കാതിരിക്കണേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര അഴിമതിക്കാരനായിരുന്നു എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥം വരുന്നു. അത് അദ്ദേഹത്തെ വേറെ വേദനിപ്പിച്ചു. പിന്നീട് വീട്ടിലേക്ക് പോകേണ്ട അദ്ദേഹം ഓട്ടോ പിടിച്ചാണ് തൻ്റെ ഈ താമസ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ പോകണമെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവർ അയാളെ കൊണ്ടാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിൽ ഏറെ മികവുള്ള കേരള പോലീസിന് ഇന്ന് വരെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ തൂങ്ങി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും നിഗൂഢതകളുണ്ടോ, സംശയാസ്പദമായ കാര്യങ്ങളുണ്ടോ എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം ഇതറിഞ്ഞ് ആദ്യം എത്തിയ ഡ്രൈവർ പോലീസിനെ വിളി, എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പേടിയാണ്, അങ്ങോട്ട് പോയി പരിശോധിച്ചില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് കള്ളമാണ്. ഒരു സാധാരണക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടാൽ പോലും ആ മുറിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പിറ്റേന്നത്തെ മാധ്യമങ്ങളിലൂടെ നമ്മൾ വിശദമായി വായിച്ചറിയുന്ന. ഇവിടെ ADMൻ്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ PP ദിവ്യ എന്ന് പറയുന്ന ഒരു നേതാവ് പെട്ടെന്ന് ഒരു വളർച്ച പ്രാപിക്കുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകുന്നു. എന്തിനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭയിലേക്ക് അവർ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഒരു മണ്ഡലം അവർക്ക് ഉറപ്പിച്ചു വെച്ചതാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് കുറേ അധികം നേതാക്കളുണ്ടായിരുന്നു. പിന്നീട് ഈ ദിവ്യയ്ക്ക് ഒളിവിൽ പോകാനുള്ള അവസരം എല്ലാം ഒരുക്കി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ADMൻ്റെ ഭാര്യയായ മഞ്ജുഷയ്ക്ക് ഒരുപാട് വേദനയുണ്ട്. കാരണം അവരും ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളുന്ന അവരുടെ കുടുംബങ്ങളൊക്കെ അതിൽ പ്രവർത്തിച്ച ആളുകളാണ്. എന്നിട്ടും കണ്ണൂരിലെ CPMകാർ വിചാരിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ചക്ക കുഴയുന്ന പോലെ കുഴയുന്നു. എന്നിട്ട് ഇപ്പോഴും PP ദിവ്യക്കെതിരെ അന്വേഷണം കൃത്യമായ രീതിയിലല്ല പോകുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നടപടിക്രമങ്ങളൊന്നും തന്നെ തൃപ്തി നൽകുന്നതല്ല എന്ന് പാർട്ടി കുടുംബത്തിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥയായ മഞ്ജുഷയ്ക്ക് തന്നെ തുറന്നു പറയേണ്ടി വരുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കേരള പൊതുസമൂഹം അത് കൃത്യമായിട്ട് നോക്കിക്കാണുന്നില്ലേ? അതായത് ദിവ്യയുടെ കാര്യത്തിൽ കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെടാതെ കളക്ടറുമായിട്ടുള്ള സംഭാഷണങ്ങൾ നടന്നു എന്നുള്ളത് പിന്നീട് വന്ന വിവരമാണ്. ക്ഷണിക്കപ്പെടാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു, ഇവർ മാസ് ഡയലോഗ് ഇറക്കുന്നത് കൃത്യമായി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞോട് കൂട്ടി വായിക്കണം, ഇവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു നേതാവാണ്. ഈ KK ശൈലജ, അതേപോലെ തന്നെ PK ശ്രീമതി, ഇവരുടെ പിന്തുടർച്ച അവകാശിയായിട്ട് CPM കണ്ണൂരിൽ നിന്ന് അവതരിപ്പിക്കാൻ വെച്ചേക്കുന്ന ഒരു വനിതാ നേതാവാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ കഥാപാത്ര നിർമ്മിതി എന്ന് പറയുമല്ലോ, ഒരു ഉദ്യോഗസ്ഥൻ്റെ അഴിമതി തുറന്നു കാണിച്ച വനിതാ നേതാവ് മാസ് BGM ഇട്ട് ട്രെയിലർ ഇറക്കുക അല്ലെങ്കിൽ റീൽ ഇറക്കുക, ഈ ഉദ്ദേശത്തോടു കൂടി ചെന്ന ആണ്. പക്ഷേ ഇതേപോലൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ഒരു പരിധിവരെ അവർ കരുതി കാണില്ല. ഒരു വീഡിയോ ചിത്രീകരിച്ച് തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യമെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പാളിപ്പോയത്. ഒരാളുടെ ജീവനാണ് നഷ്ടമായത്.
തീർച്ചയായും ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലെ വനിതാ നേതാക്കൾ വളർന്നു വന്ന വഴിയെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർക്ക് വളരെ കൗതുകം നിറഞ്ഞ ഓർമ്മകളുണ്ട് പല നേതാക്കളെക്കുറിച്ചും. പി ദിവ്യ ആ പരമ്പരയിലെ ഒടുവിലത്തെ ക്യാരക്ടറായിരുന്നു പറയുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു 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 രാജകുമാരിയുടെ നിലയിൽ നിന്ന് ഒരു മഹാറാണിയുടെ സ്വപ്നത്തിലേക്ക് അവർ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു. പി ദിവ്യയുടെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, ജില്ലാ കളക്ടറുമായിട്ടുള്ള അവരുടെ ബന്ധം, ഒരു 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 പൈങ്കിളി ചാറ്റ് റിലേഷൻ ഉണ്ടായിരുന്നു അല്ലേ അർത്ഥം. ഓരോ മൊമെൻറ്റിലും എവിടെ എത്തി, എപ്പോൾ എത്തി, എന്തായി, തുടങ്ങിയോ ഇല്ലയോ എന്നൊക്കെ അവർ അറിഞ്ഞുകൊണ്ടേയിരുന്നു. പി ദിവ്യയുടെ ഒരു വാക്ക്, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇത്രയും കാലം ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് അങ്ങ് ആരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്, എന്നെ വന്ന് കണ്ടില്ലല്ലോ എന്നൊരു ഡയലോഗുണ്ട് അതിനകത്ത്. പ്രധാനപ്പെട്ട ഒന്ന്. 3, ഇത്തരക്കാർക്ക് ഇവിടുന്ന് പോയാലുള്ള അവസ്ഥ സിവിൽ ഡെത്ത് ആണെന്ന് ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് അവർ. സിവിൽ ഡെത്ത് എന്ന് പറഞ്ഞ മാസിയൻ ടെർമിനോളജിയിൽ ഒരാളെ ഫിനിഷ് ചെയ്യാനുള്ള വാക്കാണ്. ഇവിടുന്ന് പോയാൽ നമുക്കൊക്കെ ഏത് നേരത്തും സിവിൽ ഡെത്ത് സംഭവിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. പുസ്തകമൊന്നും വായിച്ചിട്ടുള്ള വിവരം അല്ലെങ്കിലും കണ്ണൂരിലെ രാഷ്ട്രീയക്കാർക്ക് പാർട്ടി ക്ലാസ്സിലെങ്കിൽ ഇത്തരം വാക്കുകൾ കേട്ട് നല്ല പരിചയം ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം ഈ പി ദിവ്യ ഇതിൽ വളരെ സംശയാസ്പദമായ ഒരു ക്യാരക്ടറാണ്. ഈ പൈങ്കിളി ജില്ലാ കളക്ടർ ഉണ്ടല്ലോ, അവൻ്റെ ഇരിപ്പ്, ആ നേരത്തെ ഇരിപ്പ് കണ്ടാൽ നമ്മളൊക്കെ ഒരു സാധാരണ ധാർമ്മിക ബോധമുള്ള ഒരു തന്നെ ഒരു ചവിട്ട് കൊടുക്കേണ്ട ഇരിപ്പാണ്. പറയുമ്പോൾ ആസ്വദിച്ച് ചിരിയാണ്. അവൻ ഇപ്പോഴും മൊഴി മാറ്റി പറയുന്നു, എന്നോട് വന്ന് നവീൻ ബാബു കുമ്പസാരിച്ചിരുന്നു എന്ന് പറയുന്നു. എന്താണ് കുമ്പസാരിച്ചതെന്ന് അടി കൊടുത്ത് പറയിപ്പിക്കണ്ടേ? അല്ല, റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ സാക്ഷ്യപ്പെടുത്തിയില്ല നവീൻ ബാബു ഒരു ക്ലീൻ ചാർട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. യെസ്, എക്സാക്ട്ലി. ഇപ്പോൾ ഈ റവന്യൂ വകുപ്പ് മന്ത്രി CPI എന്ന പാർട്ടിക്ക് ഇതിൽ മറ്റാരെക്കാളും ഉത്തരവാദിത്വമുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പിന്നെ എന്താ പറയുക, നവീൻ ബാബു അദ്ദേഹം റിട്ടയർ ചെയ്യാൻ 1 വർഷ കാലാവധിയേ ഉള്ളൂ അവസാനിക്കും. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ അതിനുള്ള അവസരമുണ്ട്. പക്ഷേ ഈ സംഘടനയിൽ തന്നെ ചില ആളുകളുടെ താല്പര്യപ്രകാരം ആ ട്രാൻസ്ഫർ നീട്ടിക്കൊണ്ടു പോകുന്നു. അതിൽ ADM-നും ഭയങ്കര ദുഃഖമൊക്കെ ഉണ്ട്. അദ്ദേഹം മഞ്ജുഷ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയെടുത്ത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ രാഷ്ട്രീയക്കാർ നടത്തുന്ന ഇടപാടിന് അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ നോക്കണം. കാരണം പി ദിവ്യയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വന്ന സാമ്പത്തിക സ്രോതസ് അതെവിടെ നിന്നാണ്? ദിവ്യ ഇവിടെ മുന്നോട്ട് വെച്ചത് എന്താ? ഒരു പെട്രോൾ പമ്പിന് അനുമതി ചോദിച്ചുകൊണ്ട് ഒരു അപേക്ഷ നൽകി. ഈ അപേക്ഷയിലെ നടപടിക്രമങ്ങൾ എന്തായി എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഈ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ആൾക്ക് തമ്മിലുള്ള ബന്ധം പ്രശാന്തൻ. ഈ പ്രശാന്തൻ്റെ പിന്നിൽ ആരായിരുന്നു? അപ്പോൾ CPM-ലെ പല നേതാക്കളും ഇതിനകത്ത് പെട്ടുപോകുമെന്നൊരവസ്ഥ വന്നപ്പോൾ പി ദിവ്യ ഒരു കരുവായിട്ട് മുമ്പിലേക്ക് വെച്ചു. പി ദിവ്യ ജയിലിലാകുന്നു, കുറേ നാൾ മാധ്യമങ്ങളുടെ മുമ്പിൽ അപഹാസ്യമാകുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു നേതാവിലേക്കും ഈ അന്വേഷണം വിരൽ ചൂണ്ടുന്നില്ല, പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു നേതാക്കൾക്കും CPM-ലെ കണ്ണൂർ ജില്ലയിലെ പങ്കില്ല എന്ന് ചോറുണ്ടെന്ന അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല സിനുജി, ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു ആ കാലത്ത്. അതായത് ഈ CPM-ന്റെ സംസ്ഥാന സമിതിയിലുള്ള പല പ്രമുഖ നേതാക്കൾക്കും നേരിട്ടോ ബെനാമി മുഖേനയോ പലയിടങ്ങളിലും പെട്രോൾ പമ്പുകൾ ഉണ്ട് എന്ന തരത്തിൽ ആരോപണം വന്നിരുന്നു. യെസ്, തീർച്ചയായിട്ടും. ഇതിൽ 2-3 പേര് വളരെ, ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇപ്പോഴും പ്രശാന്തന്റെ പരാതി കിട്ടിയോ ഇല്ലയോ? നവീൻ ബാബു മരിച്ച് മണ്ണടിഞ്ഞിട്ടും ഇപ്പോഴും തെളിവ് കിട്ടാതെ മനുഷ്യന്റെ മുമ്പിൽ ഇരിക്കുന്ന ചോദ്യമാണ്. 2, ഈ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ കൊടുത്ത അന്വേഷണ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഇവർ തള്ളിക്കളഞ്ഞോ ഇല്ലയോ? അതിൻ്റെ മേലെ അത് സമ്പൂർണ്ണമായും ശരിയാണ്, നവീൻ ബാബു നിഷ്കളങ്കനാണ്, വിശുദ്ധനാണ് എന്ന് കൃത്യമായി പ്രഖ്യാപിച്ച റവന്യൂ മന്ത്രി ഇപ്പോഴും ആ പദവിയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മഞ്ജുഷയ്ക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അത് റവന്യൂ മന്ത്രിയുടെ കവിളത്താണ് ആദ്യത്തെ അടി. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ പി ദിവ്യ എതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ളത് കേരളീയ സമൂഹം ഒറ്റുനോക്കുന്നുണ്ട്. എന്തായാലും മഞ്ജുഷ എന്ന് പറഞ്ഞ ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ പരാതിയുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു, കോടതിയെ സമീപിക്കുന്നു. അവർക്ക് നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു. ആ വിശ്വാസം കാക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.